അൽഷറ വന്ന് ഞാനങ്ങ് യൂണിഫൈ ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇതൊരു ബഫർ ഏരിയയായി കാണാനാണ് ഇസ്രയേൽ താല്പര്യപ്പെടുന്നത്. ഇസ്രയേലിനും സിറിയൻ ഭരണകൂടത്തിനും ഇടയിലുള്ള ഒരു അതിർത്തി മേഖലയിൽ ഇസ്രയേലിന് കൂടി സ്വീകാര്യമാകുന്ന ഒരു വിഭാഗം ദ്രോസ് അവരെ നിലനിർത്തുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റസ് കോ അട്ടിമറിക്കുന്ന എന്ത് നടപടിയെയും കായികമായി സൈനികമായി ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന ഇസ്രയേലിൻ്റെ ഒരു മുഷ്ക് ഇവിടെ കാണാം. അവിടെയാണ് ഇസ്രയേൽ എപ്പോഴും അൺപ്രഡിക്റ്റബിളാണ്. അപ്രതീക്ഷിതമായ സമയത്ത് ആക്രമണം നടത്തുന്ന, കാരണം ഈ ഓഫൻസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് എന്നാണ് ഇസ്രയേലിൻ്റെ ഒരു ഫിലോസഫി. അതുകൊണ്ടായിരിക്കാം ഡമാസ്കസ് നഗരത്തിലേക്ക് ആക്രമണം നടത്തുകയാണ്. ഡ്രൂസിൻ്റെ തന്നെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഈ ബദോയിൻ സൈന്യങ്ങളെ തുരത്താൻ വേണ്ടി ആക്രമണം. 350-ലേറെ മരണങ്ങളാണ് അനൗപചാരികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് 11 മാത്രമേ ഔപചാരികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ സംഭവിക്കുന്നത് എന്താണ്? ഇറാഖിൽ സംഭവിച്ചതുപോലെ അന്ന് ഇറാഖിലും സിറിയയിലും ഒരു 15 വർഷം മുൻപ് സംഭവിച്ചതുപോലെ അൽ ഖൈദ അല്ല IS വീണ്ടും പിടിമുറുക്കും. ഇപ്പോൾ തന്നെ ചില പ്രദേശങ്ങൾ ബ്ലാക്ക് സ്പോട്ട്സ് ആണ്. ISന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഇതൊരു ടെറിട്ടോറിയൽ സ്റ്റേറ്റ് മാത്രമല്ല, ഷാരിയത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഖലീഫേറ്റ് ആയി കരുതപ്പെടുന്നതുമായ ഒരു വിശ്വാസ ഘടനയുടെ ഭൗതിക രൂപമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. വളരെ കഷ്ടപ്പെട്ടാണ് അമേരിക്കൻസും ഈ ടർക്കിഷ് റിബൽസും അതുപോലെ HTSൻ്റെ ചില രൂപങ്ങളും അതേപോലെ കുർദുകളും എല്ലാം ചേർന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ കെട്ടുകെട്ടിച്ചത്. ഒരിക്കൽ കൂടി ഇസ്ലാമിക സ്റ്റേറ്റിനെ ഇറാഖിലും സിറിയയിലും പിടിമുറുക്കാനുള്ള അന്തരീക്ഷം സംജാതമാകാൻ മാത്രമേ ഈ ഒരു പോരാട്ടം നീണ്ടു നിന്നാൽ സാധിക്കൂ.